പാഹം 3 മെയ് 1 ഗ്രാമപഞ്ചായത്ത്. പ്രപഞ്ചരാജാവിൻ്റെ കൽപ്പനയിൽ വിളയിൽ അനിലിൻ്റെ കഥ തുടരുന്നു. 3-ാം ഭാഗം. 18/7/2025-26. അല്പം കഴിഞ്ഞതും അവർ എഴുന്നേറ്റു. അവിടെ നിന്ന് 2 പേരും 2 ദിവസം കഴിഞ്ഞിട്ട് വിട്ടു. ഞങ്ങളുടെ ഭവനത്തിൽ എത്തി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം അങ്ങ് അകലെയുള്ള ഒരു ദേവാലയത്തിൽ എൻ്റെ അടുക്കൽ നിൽക്കുന്നതായി കണ്ടവർ ഉണ്ടായി. ഞാനും എൻ്റെ അമ്മയും പള്ളിമേടയിൽ പോയി അക്കനെ വിളിച്ചു. അക്കന് ഞങ്ങളെ അറിയില്ല എന്ന് പറഞ്ഞു. ഞങ്ങളെ അകറ്റി. അന്നു മുതൽ ഞങ്ങൾ ദൂരെ നിന്നും നോക്കി തിരിച്ച് വരും. ഞങ്ങൾ 2 പേരും തിരിച്ചു വരുമ്പോൾ ചില ദിവസം ആൻഡ്രൂസ് ആൻ്റണി പുരോഹിതൻ കഴിക്കാൻ ഞങ്ങൾക്ക് സഞ്ചി നിറച്ച് മാമ്പഴങ്ങൾ തന്ന് അയക്കും. പള്ളിമേടയിലെ പുരോഹിതൻ പറഞ്ഞു, ഹോസ്പിറ്റലിൽ നിന്നും എക്സ്റേ എടുത്തപ്പോൾ തലയ്ക്ക് അടിയേറ്റിട്ടുണ്ട്. ആ കാരണത്തിലാണ് ഓർമ്മയില്ലാത്തത് എന്നാണ് പറഞ്ഞത്. രതിക: പ്രസിഡന്റ്, ഒരു കാരണവശാലും അക്കൻ ഇപ്പോൾ അറിയരുത്. പ്രസിഡന്റ്: ഇല്ല, ഞാൻ ആരോടും പറയില്ല. KSRTC ഡിപ്പോയുടെ കീഴിൽ ഒരു ക്യാൻറ്റീൻ രൂപീകരിക്കുന്നു. നിന്നെ ഞാൻ അവിടെ ചോദിച്ചു വിടാൻ ശ്രമിക്കാം. രതികയുടെ ഭർത്താവ് എവിടെയാണ്? രതിക: 2 വർഷവും 2 മാസവും ആകുന്നു. ഗൾഫിലാണ്. പ്രസിഡന്റ്: മക്കൾ എത്ര? രതിക: 2 പുത്രൻ. പൊന്നമ്മ തലചുറ്റി വീഴുന്നു. 2 ദിവസത്തിന് ശേഷം നാട്ടുകാർ കണ്ടു നിന്നവർ ഓടി വന്ന് അവരെ എഴുന്നേൽപ്പിച്ച് ഇരുത്തി. വെള്ളം കുടിപ്പിച്ച് അല്പനേരം വിശ്രമിച്ചു. ഇത് അറിഞ്ഞ് മുത്തുവും മുത്തുമണിയും അവിടെ എത്തുന്നു. മുത്തുമണി: അമ്മ, അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത്? വാ അമ്മ, നമുക്ക് ആശുപത്രിയിൽ പോകാം. പൊന്നമ്മ: മോനെ, മക്കളെ, അമ്മയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല. മക്കൾ പേടിക്കണ്ട. 2 മക്കളോടൊപ്പം അമ്മ വീട്ടിലേക്ക് പോയി. വീടിൻ്റെ ജാലകത്തിലൂടെ പുറത്തേക്ക് കണ്ണോടിച്ച് നോക്കി. പുഷ്പങ്ങളും അരുവിയും കുറ്റിച്ചെടികളും നിറഞ്ഞ ഒരു പൂങ്കാവ്. അവിടെ പൂമ്പാറ്റയും മാനും മുയലും തടാകവും മലയോരവും കാണാൻ നല്ല ഭംഗി. വർഷങ്ങൾക്ക് ശേഷം 2007-ാം ആണ്ട് പൊന്നമ്മയ്ക്ക് ഗ്രാമപഞ്ചായത്തിൽ തൂപ്പുജോലിയായി കിട്ടി. മക്കളെയും കൂട്ടി അവർ രതികയുടെ വീട്ടിൽ പോയി. പൊന്നമ്മ: എടി രതികെ, എനിക്ക് പഞ്ചായത്തിൽ തൂപ്പുജോലി ആയിട്ട് ഇന്ന് എനിക്ക് ജോലിക്ക് കയറണം. വാടി, നമുക്ക് ഒരുമിച്ച് പോകാം. രതിക: അക്ക നില്ല്. അക്കയുടെ കൈ കൊണ്ട് അമ്മയുടെ ഫോട്ടോയുടെ മുൻപിൽ വിളക്ക് കത്തിച്ച് വച്ചിട്ട് പോ. പൊന്നമ്മ: ശരി. പൊന്നമ്മ ആ കാണുന്ന ഫോട്ടോയുടെ മുൻപിൽ വിളക്ക് കത്തിച്ച് കുറച്ചു നേരം നിന്ന് പ്രാർത്ഥിച്ചിട്ട് അവർ മടങ്ങി. നേരെ പോയത് ഗ്രാമപഞ്ചായത്തിൽ. ക്ലർക്ക് പൊന്നമ്മയെ വിളിച്ച് നിർദ്ദേശം കൊടുത്ത് അവർ ഹാജർ ബുക്കിൽ ഷൈൻ ഇട്ട് റോഡ് തൂപ്പിലേക്ക് ഇറങ്ങി. റോഡ് മൊത്തവും പാട്ട് ആയി. രതികയ്ക്ക് കിട്ടേണ്ട ജോലി പൊന്നമ്മയ്ക്ക് എങ്ങനെ കിട്ടി? 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പൊന്നമ്മ
പൊന്നമ്മ അറിഞ്ഞു. അവൾ ഉടനെ രതികയുടെ വീട്ടിൽ പോയി. അവളോട് പൊന്നമ്മ ചോദിച്ചു, രതികെ, നിനക്കുള്ള ജോലിയാണ് എനിക്ക് നീ തന്നത്? രതിക, അതെ പൊന്നമ്മ, നിനക്ക് അവകാശപ്പെട്ട ജോലിയാണ് എനിക്ക് തന്നത്. എന്നാൽ പൊന്നമ്മയ്ക്ക് അറിയില്ല രതിക പൊന്നമ്മയുടെ അനിയത്തി ആണെന്ന്. വർഷങ്ങൾക്ക് ശേഷം 2010 ആണ്ടിൽ എല്ലാ രാഷ്ട്രീയക്കാരും ചേർന്ന് തൊഴിൽ ഉറപ്പുകാർക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കാൻ പഞ്ചായത്ത് ക്ലർക്കിനെ സമീപിച്ചു. 3-4 മാസങ്ങൾക്ക് ശേഷം തൊഴിൽ ഉറപ്പുകാർക്ക് ശമ്പള വർധനവ് പരിഷ്കരിച്ചു. 6 മാസങ്ങൾക്ക് ശേഷം ഒരു തണുപ്പുള്ള മാസത്തിൽ മഴയും ഇടിമിന്നലും കോരിച്ചൊരിയുന്ന മഴയിൽ ഒരു ഉച്ച സമയത്ത് കറുത്ത് ഇരുണ്ട അന്നത്തെ ദിവസം, പുഴയും വെള്ളം ഒഴുകുന്ന സമയം, പൊന്നമ്മയോട് വരമ്പത്തുകൂടെ തെന്നി വീഴുന്നു ഒരു കമ്പിൽ തല അടിച്ച് വീണു. ഇത് കണ്ടു നിന്ന ഒരു ആൾ ഓടി വന്ന് അവളെ വാരിയെടുത്ത് ഒരു മുറുക്കാൻ കടയുടെ അടുത്ത് കൊണ്ട് ചെന്ന് കസേരയിൽ ഇരുത്തി. അവൾക്ക് ബോധം ഇല്ലാതെയിരുന്നു. അല്പസമയം കഴിഞ്ഞതും മെല്ലെ അവൾ കണ്ണു തുറന്നു ചുറ്റും മെല്ലെ നോക്കി. കോരിച്ചൊരിഞ്ഞ മഴ, കൊടുങ്കാറ്റ്, ആടി ഉലഞ്ഞ് ചാഞ്ചാട്ടം ആടുന്ന മരങ്ങൾ കൊടുങ്കാറ്റിൽ കുത്തിച്ചാരി നിർത്തിയപ്പോൾ കൂര ഇളകി മാറി കാറ്റിൽ പറന്നുപോയി. ഇത് കണ്ട് അവൾ ആകാംക്ഷയോടെ അവൾ പൊട്ടിക്കരഞ്ഞു. എൻ്റെ അമ്മ, അച്ഛൻ, എൻ്റെ അനുജത്തി, അവർ എവിടെ പോയി? മഴ പെയ്തപ്പോൾ ഒതുങ്ങി കടയുടെ അകത്തും വരാന്തയിൽ നിന്നവർ ഇവളുടെ പ്രകടനം കേട്ടു. ആ സമയം രാഷ്ട്രീയ പ്രസിഡന്റും മെമ്പറും മഴയത്ത് ആ വഴിക്ക് വന്നു. ഉടനെ പ്രസിഡന്റ് പൊന്നമ്മയെ കണ്ട്, പ്രസിഡന്റ്, പൊന്നമ്മ, അക്ക, ദേഹം മുഴുവനും ചെളിയായിരിക്കുന്നു അല്ലോ, എവിടെ വീണു? അവിടെ നിന്ന ഒരാൾ സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ആ സ്ഥലത്ത് നിന്ന ഒരു ആൾ പ്രസിഡന്റിനോട് ചോദിച്ചു, വരുത്തൻ, പ്രസിഡന്റ്, ഈ കൊച്ച് ഏതാ? പ്രസിഡന്റ്, ഇവർ എൻ്റെ ബന്ധുവാ. പ്രസിഡന്റ് അവളെയും കൂട്ടി കാറിൽ കയറ്റി രതികയുടെ വീട്ടിൽ എത്തിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയും നേതാക്കന്മാരും മെമ്പർമാരും രതികയുടെ വീട്ടിൽ പൊന്നമ്മയെ കാണാൻ എത്തിയപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റും ഭാരവാഹികളും പൊന്നമ്മയും 2 പുത്രന്മാരും അവിടെ ഉണ്ടായിരുന്നു. രാഷ്ട്രീയ കൊടിയുടെ നിറം ചോദിക്കാതെയും ഒന്നും പറയാതെയും രാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാവരും ഒത്തൊരുമയോടെ കൈകോർത്ത് ഒറ്റക്കെട്ടായി രതികയുടെ വീടിൻ്റെ മുറ്റത്ത് നിന്ന്. ഇത് അറിഞ്ഞ് പള്ളിയിലെ പുരോഹിതനും കൂട്ടരും പൊന്നമ്മയെ നോക്കി ആ സ്ഥലത്ത് എത്തി. പൊന്നമ്മ പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ എടുത്ത്. എന്നാൽ അവൾ വിവാഹം കഴിച്ചതായി അവൾ ഓർമ്മയില്ല. ആ സമയം മുത്തുവും മുത്തുമണിയും പൊന്നമ്മയുടെ അടുത്ത് എത്തി. മുത്ത്, അമ്മ. പൊന്നമ്മ, നീ ആരാ? മോൻ്റെ പേര് എന്ത്? മുത്തു, അമ്മ, ഞാനാ അമ്മയുടെ മുത്തു. അമ്മയ്ക്ക് എന്താ അമ്മേ സംഭവിച്ചത്? പറ. മുത്തുമണി, അമ്മ, ഇത്രയും വേഗം എൻ്റെ അനിയൻ മുത്തുവിനെ മറന്നോ? പൊന്നമ്മ, നീ ആര്? കൂടി നിന്ന രാഷ്ട്രീയക്കാർ പരസ്പരം പറഞ്ഞ് പിറുപിറുത്തു. രതിക, മോനെ, നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേൽക്ക്. അവർ അവിടെ നിന്ന് എഴുന്നേറ്റ് മാറി നിന്ന് വെങ്ങി വെങ്ങി കരഞ്ഞു. അവർ 2 പേരും പരസ്പരം പറഞ്ഞ് കരഞ്ഞു. മുത്തു, ചേട്ടാ, നമുക്ക് ഇനി ആര് ഉണ്ട്? ഞങ്ങൾ വീണ്ടും അനാഥരായല്ലോ.
മുത്തുമണി: എടാ മുത്തു, ആരാ പറഞ്ഞ് ഞങ്ങൾ അനാഥരാണ് എന്ന്? എടാ മുത്തു, നമ്മുടെ അച്ഛനും കൈവിട്ടുപോയി. നീ രക്തത്തിൽ മുങ്ങിക്കുളിച്ച് ചെറുതിലെ കിടന്നപ്പോൾ ചൂടുവെള്ളം ചൂടാക്കി തണുപ്പിച്ച് കുളിപ്പിച്ച് എൻ്റെ മടിയിൽ കിടത്തി താരാട്ട് പാട്ടുപാടി ഉണർത്തി കളിപ്പിച്ചതാണ്. എടാ നീ എൻ്റെ പൊന്ന് അനുജനാണ്. നീ ഒരിക്കലും അനാഥനാവില്ല. ഉടനെ രതിക ചുവരിൽ തൂക്കിയിട്ടിരുന്ന ഫോട്ടോയെടുത്ത് കൊണ്ടുവന്ന് പൊന്നമ്മയുടെ മടിയിൽ വെച്ചു കൊടുത്തു. പൊന്നമ്മ ഫോട്ടോയെ എടുത്ത് മറിച്ചും തിരിച്ചും നോക്കി. അല്പസമയം മൗനമായി കരഞ്ഞ് വിതുമ്പുന്ന ചുണ്ടിലൂടെ വിങ്ങൽ കൊണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു. എൻ്റെ അമ്മ! ഉടനെ മുത്തുവും മുത്തുമണിയും ഓടി വന്ന്, അമ്മേ കരയരുതേ. അവർ രണ്ടുപേരും പരസ്പരം അവളുടെ കണ്ണീർ ഒപ്പിയെടുത്തു. പൊന്നമ്മ: നീ ആര്? മാറിപ്പോ. അവൾ രണ്ടു പുത്രന്മാരെയും കൈ തട്ടിമാറ്റി തള്ളിയിട്ട് ഉറക്കെ പറഞ്ഞു. നീ ആര്? രണ്ടു പുത്രന്മാരും വിതുമ്പി പൊട്ടിക്കരഞ്ഞ് കൊണ്ട് അല്പം മുന്നോട്ട് നടന്നപ്പോൾ മുത്തു ബോധം കെട്ട് വീണു. മുത്തുമണി ഓടി വന്ന്, എൻ്റെ മുത്തു, എഴുന്നേൽക്കടാ, നിനക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എടാ, എഴുന്നേൽക്കടാ. അല്പസമയം കഴിഞ്ഞതും മുത്തുവിൻ്റെ വായിൽ നിന്നും രക്തം ചെറുതായി വന്നു. കൂട്ടത്ത് നിന്നവർ എല്ലാവരും പേടിച്ചു നിന്നു. ആ സമയം പൊന്നമ്മ എഴുന്നേറ്റ് ഓടി വന്ന്, എൻ്റെ മോനെ, നിനക്ക് ഒന്നും സംഭവിച്ചില്ല, എഴുന്നേൽക്ക്. മുത്തുമണി ഉടനെ ആ രാഷ്ട്രീയ നിറത്തിലുള്ള കൊടിയഴിച്ച് എടുത്ത് മുത്തുവിനെ പുതപ്പിച്ചു. എല്ലാ മതക്കാരും രാഷ്ട്രീയക്കാരും പഞ്ചായത്ത് ക്ലർക്കും ജീവനക്കാരും പള്ളിമേടയിലെ പുരോഹിതനും എല്ലാവരും ചേർന്ന് കൈകോർത്ത് മുദ്രാവാക്യത്തോടെ നിന്ന സമയത്ത് മുത്തുവും അമ്മ പൊന്നമ്മയും മുത്തുമണിയും മെല്ലെ കൊടിയുടെ പല കളറായി പൂക്കൾ വിതറി കൊടികൾ ഉയർത്തി. സുവർണ പതാക മെല്ലെ ഉയർന്നു പൊങ്ങി. മെയ് 1. കഥ ഇവിടെ അവസാനിച്ചു. വിളയിൽ അനിൽ. അടുത്തൊരു പുതിയ കഥ വരുന്നതാണ്. എല്ലാ കൂട്ടുകാർക്കും വിളയിൽ അനിലിൻ്റെ 1000 നന്ദി, നമസ്കാരം.